നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. കേരള PSC ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പോസ്റ്റിലേക്ക് പുതിയ നിയമനം നടത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാറ്റഗറി നമ്പർ 13/2025, ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. ശമ്പളം പറഞ്ഞിട്ടുണ്ട് പ്രതിമാസം 37,400 മുതൽ 79,000 വരെ. വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ ഒഴിവുകൾ ഇല്ലെങ്കിലും ഭാവിയിൽ വരുന്ന ഒഴിവുകൾക്കായിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതേപോലെ നോട്ട് 1, 2 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വിജ്ഞാപനത്തെ തുടർന്ന് PSC തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് കുറഞ്ഞത് 1 വർഷം പ്രാബല്യത്തിലുണ്ടായിരിക്കും. പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വരെ അല്ലെങ്കിൽ പരമാവധി 3 വർഷം വരെ ഈ ലിസ്റ്റ് നിലനിൽക്കും. ഈ കാലയളവിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾക്ക് കാൻഡിഡേറ്റ്സിനെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമിക്കുന്നത്. അതേപോലെ റിപ്പോർട്ടഡ് ഒഴിവുകളിൽ 4% സംവരണം യോഗ്യമായ ഭിന്നശേഷിയുള്ള കാൻഡിഡേറ്റ്സിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. SLC അല്ലെങ്കിൽ തത്തുല്യമായ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കൊപ്പം ഇനി പറയുന്ന യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്നുകൂടി ആവശ്യമാണ്. അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 19 മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് 2/1/1981 മുതൽ 1/1/2006 വരെ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനാവുക. SC, ST, OBC വിഭാഗങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഇളവുകൾ ഉണ്ടായിരിക്കും. വെൽഡിംഗ് ട്രേഡിൽ പ്രവർത്തിച്ച വർക്ക്ഷോപ്പ് അറ്റൻഡർമാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവരുടെ ആ ഒരു ജോബ് എക്സ്പീരിയൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ SC, ST വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിനും അതേപോലെ കാഴ്ച പ്രശ്നങ്ങളുള്ള ലോ വിഷൻ ഭിന്നശേഷിയുള്ള കാൻഡിഡേറ്റ്സിനും ഈ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് ബാധകമല്ല. അതേപോലെ ലോ വിഷനുള്ള കാൻഡിഡേറ്റ്സ് അതിന് തെളിവായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് സർക്കാർ ആശുപത്രിയിലെ ഒഫ്തൽമോളജിസ്റ്റിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പോസ്റ്റിന് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും അടിസ്ഥാനമാക്കിയുള്ള ട്രേഡ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഈ എക്സ്പീരിയൻസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷകർ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് PSC പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കൂടാതെ സർട്ടിഫിക്കറ്റിന്റെ വിശദാംശങ്ങളും പ്രൊഫൈലിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തണം. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പോസ്റ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ OBC, SC, ST, ജനറൽ വിഭാഗങ്ങളിലേക്കുള്ള ഒഴിവുകളുടെ കൃത്യമായിട്ടുള്ള എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഒഴിവുകളുടെ നില ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വകുപ്പുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സവർണ വിഭാഗങ്ങളിലേക്കുള്ള ഒഴിവുകളൊക്കെ നിശ്ചയിക്കുകയുള്ളൂ. ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കാൻഡിഡേറ്റ്സിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ OBC, SC, ST ജനറൽ സംവരണത്തിന്റെ പരിധിയിൽ നിയമനം ഉണ്ടായിരിക്കും. www.keralapsc.gov.in എന്ന സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക. അവസാന തീയതി ജൂൺ 4 അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വരുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.